ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 2-ലെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ജോ ദ ആൻഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് കേട്ടോ എടുക്കുന്നത്. ജോ ദ ആൻഡ് എന്താണ് ജോ ദ ആൻഡ്? ഉറുമ്പാണല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ് അല്ലേ. ജോ ദ ആൻഡ് ഉറുമ്പ്. ഓക്കെ, അപ്പം എന്താണ് ANT? എന്താണ് ആൻഡ്? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ് കേട്ടോ. ഓക്കെ, ദെൻ ദ കോളനി ഓഫ് ആൻഡ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അപ്പം നോക്കിയാൽ ഈ ആൻഡിൻ്റെ ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോളനി എന്നാണ് പറയുക കേട്ടോ. COLONY കേട്ടോ. അപ്പോൾ എ കോളനി ഓഫ് ആൻഡ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അപ്പോൾ ഉറുമ്പിൻ്റെ കൂട്ടം അല്ലേ, കോളനി. അപ്പോൾ ആൻഡിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക? കോളനി അല്ലേ. കോളനി ഓഫ് ആൻഡ്സ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എ കോളനി ഓഫ് ആൻഡ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അപ്പോൾ ഗ്രെയിൻസ് കളക്ട് ചെയ്യുകയാണെന്ത്? ഒരു കൂട്ടം ഉറുമ്പുകൾ. കണ്ടോ? They were collecting food for the cockroaches, their masters. എന്താണ് അവരുടെ എന്താണ് കോക്രോച്ചസിന് വേണ്ടി എന്താണ് ഫുഡ് കളക്ട് ചെയ്യുകയാണ് അല്ലേ. അത് അവരുടെ മാസ്റ്റർ ആണ് അല്ലേ. ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. അപ്പോൾ എന്താണ്? കോക്രോച്ച് അവരുടെ മാസ്റ്റർ ആണല്ലോ. അപ്പോൾ വേദ് ചെയ്യ്, മാസ്റ്റർ ഇപ്പോൾ വരും എന്നാണ് അവർ പറയുന്നത് അല്ലേ. മുന്നേയുള്ള ഈ ആൻഡ് പറയുന്നത്, ഉറുമ്പ് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ അവർ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവുകയാണ് അല്ലേ. മോം, ഐ ആം ഹംഗ്രി, ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്. അപ്പോൾ എന്താ ഈ ആൻഡ്, ചെറിയ എന്താണ് ബേബി ആൻഡ് പറയുകയാണ് അല്ലേ. അമ്മേ, എനിക്ക് വിശക്കുന്നു, ഹംഗ്രി അല്ലേ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്താ എനിക്ക് ഈ ഗ്രെയിൻസ് കുറച്ച് തിന്നാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അമ്മേനോട് അല്ലേ. നോ നോ, ദ കോക്രോച്ചസ് വിൽ കിൽ അസ്. അപ്പോൾ മറ്റേ ഉറുമ്പ് എന്താ പറയുന്നത്? പറ്റൂല, എന്താണ് കോക്രോച്ചസ് എന്താണ് നമ്മളെ കൊല്ലുമെന്ന് പറയുകയാണ് അല്ലേ. വിൽ കിൽ അസ് അല്ലേ. കോക്രോച്ചസ് എന്താണ് നമ്മളെ കൊല്ലുമെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വി ആർ ടയേർഡ് ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം. അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ സംസാരിക്കുകയാണല്ലേ. നമ്മളെന്താണ് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ. ഈ കോക്രോച്ചസിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളിത് കളക്ട് ചെയ്യാനുള്ള ഫുഡ്. അപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് എന്ന് പറയാനല്ലേ. വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വർക്ക് ചെയ്യുന്നത്, എന്തിനാന്നൊക്കെ ഈ വേറൊരു ആൻഡ് ചോദിക്കുകയാണ് അല്ലേ. ദെൻ അപ്പോൾ പ്ലീസ് സ്പെയർ സം ഗ്രെയിൻസ് ഫോർ അസ്. വാട്ട്? അപ്പോൾ എന്താണ് ഈ ഉറുമ്പ് ചോദിക്കുകയാണ് അല്ലേ. ഈ കോക്രോച്ച് കണ്ടല്ലേ, ഈ കോക്രോച്ചിനോട് ചോദിക്കുകയാണ് എന്ത്? ഈ ആൻഡ് ഉറുമ്പ് ചോദിക്കുകയാണല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ഗ്രെയിൻസ് തരുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തെന്ന് ചോദിക്കുകയാണ് അവർ ദേഷ്യം പിടിച്ചിട്ടില്ലേ. ദ കോക്രോച്ചസ് ഹിറ്റ് ദ ആൻഡ്സ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. അപ്പോൾ കോക്രോച്ചസ് എന്താക്കി? ആ ഉറുമ്പിനെ ഇടിച്ചിട്ട് എന്താക്കി? എല്ലാ ഗ്രെയിൻസും ഇങ്ങോട്ട് എടുത്തു. മൂവ് അവേ എന്ന് പറഞ്ഞു അല്ലേ. കണ്ടോ ഇടിക്കുന്നത്? അപ്പോൾ മൂവ് അവേ എന്നും പറഞ്ഞ് ഒറ്റ ചവിട്ട അങ്ങോട്ട് കൊടുത്തു അല്ലേ. 100 അപ്പോൾ വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. എന്താണ് ഈ ഒരു ഉറുമ്പ് അവിടെ പറയുകയാണ് അല്ലേ. ഇത് കണ്ടോ, സുഖമില്ലാതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സുഖമില്ലാതായി കിടക്കുന്ന ഉറുമ്പ് പറയുന്നത് എന്താണ്? നമ്മളെന്താക്കണം? കോക്രോച്ചസിന് വേണ്ടി പണിയെടുക്കുന്നത് നിർത്തണം. യെസ്, ബട്ട് ദേ ആർ ബിഗ്, ദേ ക്യാൻ കിൽ അസ്. പക്ഷെ അവർ വലിയ ആൾക്കാരാണ് അല്ലേ, അവർ നമ്മളെ കൊല്ലുന്ന വേറൊരു ഉറുമ്പ് പറയുകയാണ് അല്ലേ. വൺ ഡേ ജോ ദ ആൻഡ് കോൾഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ദിവസം ജോ എന്ന് പറഞ്ഞൊരു ഉറുമ്പ് എന്താക്കി? അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോക്രോച്ചസ്. നമ്മളെന്താക്കണം? കോക്രോച്ചസിന് എന്താണ് അഗെയിൻസ്റ്റ് ആയിട്ട്, അവർക്ക് എതിരായിട്ട് എന്താക്കണം? നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഈ ജോ ആൻഡ് പറഞ്ഞു അല്ലേ. അവർക്കെതിരെ എന്താണ് സമരം ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ബട്ട് ഹൗ? പക്ഷേ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് അല്ലേ മറ്റേ ഉറുമ്പുകൾ. ലെറ്റ്സ് ഫൈൻഡ് എ വേ, നമുക്കൊരു വഴി കാണണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഐ ഗോട്ട് ആൻ ഐഡിയ, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് എന്താണ് ഒരു ഉറുമ്പ് പറയുകയാണ് അല്ലേ. ഓൾ അപ്പോൾ ആ ഉറുമ്പ് ഏതാ? ജോ ആണ് അല്ലേ. അപ്പോൾ ജോ ഉറുമ്പ് പറയും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അല്ലേ. അപ്പോൾ ഓൾ അഗ്രീഡ് വിത്ത് ജോ. അങ്ങനെ എല്ലാവരും എന്താക്കി? ആ ജോ പറഞ്ഞ ആ എന്താണ് ഐഡിയ എന്താക്കി? സമ്മതിച്ച്. നോക്കിയേ കണ്ടോ. അപ്പോൾ അവരെന്താ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, ഒരു പക്ഷീനെ ഉണ്ടാക്കിയതാണ് അല്ലേ. കണ്ടോ. ദ ആൻഡ്സ് മെയ്ഡ് എ ജയന്റ് ബേർഡ് വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്. അപ്പോൾ ഈ ആൻഡ്സ് എന്താക്കി? ഉറുമ്പ് എന്താക്കി അറിയോ? വലിയൊരു ബേർഡിനുണ്ടാക്കി, വലിയൊരു പക്ഷീനുണ്ടാക്കി. എന്തിനോടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലീവ്സിനോടും കമ്പിനോടും ഇലനോടൊക്കെ അല്ലേ. ലീവ്സിനോടും സ്റ്റിക്കിനോടും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ദേ ഹങ് ഇറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എന്നിട്ട് എന്താക്കി അവർ ഈ ബ്രാഞ്ച്, ട്രീൻ്റെ ബ്രാഞ്ചിൽ, ട്രീൻ്റെ ആ ബ്രാഞ്ചിൽ എന്താക്കി? കെട്ടിത്തൂക്കി. ദേ വെയിറ്റഡ് ഫോർ ദ മാസ്റ്റേഴ്സ് ടു കം. അങ്ങനെ എന്താക്കി? അവരുടെ മാസ്റ്റർ വരുന്നവരെ കാത്ത്. അവരുടെ മാസ്റ്റർ ആരാ? കോക്രോച്ച് അല്ലേ. അങ്ങനെ എന്താക്കി? അവർ വരുന്നവരെ അവർ വെയിറ്റ് ചെയ്തു അല്ലേ. ദ കോക്രോച്ചസ് കെയിം അഗെയിൻ. അങ്ങനെ കോക്രോച്ചസ് വന്നു അല്ലേ വീണ്ടും. ബട്ട് ദർ വർ നോ ഗ്രെയിൻസ്. പക്ഷെ അവിടെ എന്താണ്? ഒരു ഗ്രെയിൻസും ഇല്ലായിരുന്നു അല്ലേ. അവിടെ ഒരു ഗ്രെയിൻസും എന്താണ്? ഇല്ലായിരുന്നു.
വെർ ഈസ് അവർ ഫുഡ്? അപ്പം ഞങ്ങളുടെ ഫുഡ് എവിടെയാന്ന് ചോദിച്ചു അല്ലേ. ആര്? ഈ കൊക്രോച്ച് ഈ ആൻസറിനോട് ചോദിക്കുകയാണല്ലേ. സാധാരണ ഇവർ എന്താണ് ആൻസർ എന്താക്കുകയാണ്? കൊക്രോച്ചിന് വേണ്ടിയുള്ള ഗ്രെയിൻസ്, അതായത് അവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ എന്താണ് ഈ ആൻസ് കൊണ്ടുവരലാണ് അല്ലേ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എന്താണ് ആൻസ് കൊക്രോച്ച് വന്നപ്പോൾ ആൻസ് എന്താണ് അവിടെ ഉറുമ്പുകൾ എന്താണ് അവിടെ ഗ്രെയിൻസ് ഒന്നും കൊണ്ടുവച്ചില്ല, അവർക്ക് വേണ്ടിയുള്ള ഫുഡൊന്നും കൊണ്ടുവച്ചില്ല അല്ലേ. അപ്പോൾ അവർ വന്നപ്പോൾ ദേഷ്യം പിടിച്ച് ചോദിക്കുക എവിടെ ഞങ്ങളെ ഫുഡ് എന്ന് ചോദിച്ചു അല്ലേ. ജോ കമാൻഡഡ് ടു റിലീസ് ദ ബേർഡ്. അപ്പോൾ എന്താണ് ജോ പറഞ്ഞ് ആ ബേർഡിനെ റിലീസാക്കാൻ പറഞ്ഞു അല്ലേ. അവിടുന്ന് ആ കെട്ടി തൂക്കിയിട്ട് എന്താക്കുക അവിടുന്ന് റിലീസാക്കാൻ പറഞ്ഞു. അതായത് ആ കെട്ടി തൂങ്ങിയിരുന്നത് ലൂസാക്കി ഇടാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഇത് പറന്നു വരുന്നതായി തോന്നിയില്ല അവർക്ക്. എ ബിഗ് ബേർഡ്, വലിയ ബേർഡാണല്ലോ എന്ന് പറയുകയാണല്ലേ കൊക്രോച്ചസ്. ദ കൊക്രോച്ചസ് റാൻ അവേ. അപ്പോൾ ഈ ബേർഡ് വരുന്നത് കണ്ടിട്ട് എന്താക്കി കൊക്രോച്ചസ് പേടിച്ചോടില്ലേ, റാൻ അവേ അല്ലേ. റൺ, ഇറ്റ് വിൽ ഈറ്റ് അസ്. എന്താണ് ഓടിക്കോ, അത് നമ്മളെ തിന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവരോടുകയാണ് അല്ലേ. അങ്ങനെ ദ ആൻസ് താങ്ക്ഡ് ജോ. അപ്പോൾ എന്താണ് ഈ കൊക്രോച്ചസ് അവിടുന്ന് പോയില്ലേ. അപ്പോൾ ആൻസ് എന്താക്കി ഉറുമ്പുകൾ എന്താക്കി ജോനോട് നന്ദി പറഞ്ഞു അല്ലേ. ജോ യു ആർ അവർ ഹീറോ. ജോ നീയാണ് ഞങ്ങളുടെ ഹീറോ എന്നും പറഞ്ഞ് അവനെ എടുത്ത് പൊക്കുകയാണ് അല്ലേ. കണ്ടോ, സ്റ്റോറി ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ വായിക്കുക കേട്ടോ. ഇനി എന്താണെന്ന് നോക്കിയേ, മാച്ച് ദ ഡയലോഗ് ആൻഡ് വേർഡ്സ് യൂസിങ് ലൈൻസ്. ഈ ഡയലോഗ് എന്താക്കുക മാച്ച് ചെയ്തിട്ട് എന്താണ് ആ വേർഡ്സ് എവിടെയാണോ അത് ലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. അപ്പോൾ എന്താ ഡു ഇറ്റ് ഫാസ്റ്റ്, വേഗം ചെയ്യൂ എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് മാസ്റ്റർ ഇപ്പോൾ വരുന്നു അല്ലേ, വരുന്നു പറയുകയാണ്. അപ്പോൾ എന്താണ് ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ അല്ലേ. വേഗം ചെയ്യുക, എന്താണ് മാസ്റ്റേഴ്സ് ഇപ്പോൾ വരുന്നു പറയുകയാണ് അല്ലേ. അപ്പം അതെന്താണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പറയുന്നത്? കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളെന്താക്കുക ഇവിടുന്ന് ഈ കളക്റ്റിൻ്റെ ഇവിടേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. എന്താണ് ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിൽ ഉണ്ടെന്ന് പറയുകയാണല്ലേ. അപ്പോൾ എന്താണ് എവിടെയാണുള്ളത്? മാജിക് ഷോൻ്റെ അല്ലേ. അപ്പം ഡാനീൻ്റെ മാജിക് ഷോ അല്ലേ, അത് അല്ലേ. ഓക്കെ, അപ്പോൾ മാജിക് ഷോ. ദെൻ നെക്സ്റ്റ്, ബിഗ് ബേർഡ്. അപ്പോൾ എന്താണ് പേടിയാണ് അല്ലേ, അഫ്രൈഡ്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, പേടിച്ചുകൊണ്ട് പറഞ്ഞു വലിയ ബേർഡ് എന്ന് പറയുകയാണല്ലോ അല്ലേ. മൂവ് അവേ, മാറി നിൽക്കുമെന്നും പറഞ്ഞു അല്ലേ. ആരാണ് ആ കൊക്രോച്ചസ് ആൻസിനെ എന്താക്കി മാറി നിൽക്കുമെന്നും പറഞ്ഞ് എന്താക്കി ഹിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഹിറ്റ്. ഓക്കെ, ദെൻ ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഈ ഫ്ലോറിൽ ഫസ്റ്റ് ടൈം എന്താണ് ഈ ആര് പറയാണ് നമ്മളെ ഡാനി പറയുകയാണ് അല്ലേ. അതെന്താണ് എക്സൈറ്റഡോട് കൂടി പറയുകയാണ് അല്ലേ. വൗ അമേസിങ്, അമേസിങ് എന്ന സന്തോഷത്തോട് കൂടി പറയില്ലേ. അപ്പോൾ ഏതാണ് എക്സ്ക്ലെയിം ചെയ്ത്. ഓക്കെ, ഇതാണ് കേട്ടോ. ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. നമ്മളെ ചാപ്റ്റർ നല്ല 2ാം ക്ലാസ് ഇംഗ്ലീഷ് മൊത്തം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ഇനി പഠിക്കുക നന്നായിട്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ മീനിങ് ഒക്കെ പഠിക്കുക. എന്നിട്ട് എന്താക്കുക നിങ്ങൾ തന്നെ ഓരോ വർക്കുകളും സ്വയം വായിച്ചിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.